ഞാൻ പോവുകയാണ്. നീ അമ്മനെയും ശ്രീകുട്ടനെയും രാജുവിനെയൊക്കെ നല്ലപോലെ നോക്കണം. 15,000 അതിന് കൂടുതൽ കൊടുത്തതാണ് അച്ഛൻ വോയിസ് ഇട്ടത്. ഭീഷണി 2 ആഴ്ച മുന്നേ മില്ലിൽ 2 ആൾക്കാർ വന്നു പറഞ്ഞു. ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിന്ന് പറഞ്ഞു. എന്നോട് കഴിഞ്ഞ വ്യാഴാഴ്ച അച്ഛൻ 2 ആൾ വിളിക്കുന്നുണ്ട്, വോയിസ് ഒന്ന് റെക്കോർഡ് ചെയ്യാൻ കഴിയുമോ വെച്ചിട്ട് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടേന്. നമസ്കാരം. ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്തതായി കുടുംബത്തിന് പരാതിയിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. കോഴിക്കോട് വെള്ളിപറമ്പ് സ്വദേശിയായിട്ടുള്ള കോലക്കാട് കൃഷ്ണൻ എന്ന ആളാണ് ഏപ്രിൽ മാസം 6-ാം തീയതി ഇങ്ങനെ സ്വന്തം പണിസ്ഥലത്ത് വെച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് തന്റെ മകന് ഫോണിൽ ചില ശബ്ദ സന്ദേശങ്ങൾ അയച്ചിരുന്നു. അതോടെയാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് പിറകിൽ ഒരു വലിയ ബ്ലേഡ് മാഫിയയുടെ ഭീഷണി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കുടുംബവും അറിയുന്നത്. ആ അച്ഛൻ തന്റെ മകൻ അയച്ച ശബ്ദ സന്ദേശം ആദ്യം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ പോവുകയാണ്. നീ അമ്മനെയും ശ്രീകുട്ടനെയും രാജുവിനെയൊക്കെ നല്ലപോലെ നോക്കണം. അമ്മയും മാമന്മാരും വല്യച്ഛൻ വല്യമ്മ ഇവരെല്ലാവരും പറയുന്നത് കേട്ട് അനുസരിച്ച് വളരണം. ഇപ്പോൾ കൃഷ്ണൻ ചേട്ടന്റെ ഭാര്യ പ്രഭിത ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. ചേച്ചി വലിയ ബുദ്ധിമുട്ടിലായിരിക്കും അല്ലേ? അപ്പൊ ഇങ്ങനൊരു ബുദ്ധിമുട്ടുള്ളതിനെ കുറിച്ച് ചേട്ടനെ സൂചിപ്പിച്ചിട്ടില്ല. ഭീഷണി ഉള്ളതായിട്ടൊക്കെയാണ്. ഭീഷണി 2 ആഴ്ച മുന്നേ മില്ലിൽ 2 ആൾക്കാർ വന്നു പറഞ്ഞു. ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിന്ന് പറഞ്ഞു. പിന്നെ ഒരു ഇടയ്ക്കിടയ്ക്ക് നിരന്തരം വിളിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മോന്റെ ഫോണിലേക്ക് അന്ന് രാവിലെയാണ് മെസ്സേജ് അയച്ചത്. മരിക്കുന്ന വർഷം അല്ല, ഹസ്ബൻഡ് മൂപ്പര് അയച്ചത്. പിന്നെ തലേന്ന് രാത്രി പിന്നെ പറഞ്ഞ ആള് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ വന്നിട്ട് എന്താ എഗ്രിമെന്റിന്റെ കാര്യം, പിന്നെ എഗ്രിമെന്റ് എഴുതാണ്ട് അതിന് സ്റ്റാമ്പ് പേപ്പർ എത്ര പൈസൻ്റെതാ വാങ്ങണ്ടേന്ന് ചോദിച്ചിട്ട് എന്താന്നുള്ളത് അറിയില്ല. അപ്പൊ മറ്റേ ഈ ക്രൈംബ്രാഞ്ചിൽ നിന്ന് വന്ന ആൾക്കാരാണ് മൂപ്പരോട് പറഞ്ഞതെന്നാ പറഞ്ഞത്. ആണോ അറിയില്ല, അതിനെപ്പറ്റി ഒന്നും ഞങ്ങൾക്ക് അറിയില്ല, ഒന്നും ഞങ്ങളോട് പറയേയില്ല. ഇല്ല. മകൻ അഭയ് നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പം മോന്റെ ഫോണിലേക്കാണോ മെസ്സേജ്? അന്ന് ഞാൻ ചാടിച്ച് കിടന്ന് ഫോൺ നോക്കിയപ്പോണ്ട് ഞാൻ പോവാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വോയിസ് അയച്ചു. വോയിസ് കേട്ട് പിന്നെ പകുതിയായി പോലെ മാമെന്ന് പറഞ്ഞ് ഞാൻ പോയി നോക്കാനാണ്. മാമനൊക്കെ പോയി പിന്നെ ഇതൊക്കെ അറിയണേ. അപ്പൊ അതിനു മുമ്പ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതിനെ കുറിച്ച് ഒന്നില്ല, അങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാം. പൈസ തലേദിവസം ഇവിടെ വന്നേന്നൊക്കെ പറഞ്ഞു. ഞാൻ കാറ്ററിങ്ങിന് പോയി വന്നപ്പോ ഇവിടെ കുറെ നേരം ഒന്ന് വർത്താനം പറഞ്ഞു. രാവിലെ എൻ്റെ അനിയൻ അങ്ങോട്ട് റോട്ടുമലയിലേക്ക് പോയി. ഞങ്ങൾ ഇവിടെ അമ്മനെ കണ്ടെന്ന് തോന്നിയ പിന്നെ റോട്ടുമലയിൽ അവിടെ ഗേറ്റിന്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ തന്നെ വർത്താനം പറയാ. ഇപ്പോ താഴ വീട് ഓപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. എന്താന്ന് ഒന്നും കറക്റ്റ് അറിയില്ല. ആ വിളിച്ച് 2 ആള് ഒരു ആരാന്നറിയില്ല, വിളിച്ചെന്നാണ് പോലീസുകാർ പറഞ്ഞത്. പിന്നെ വിളിച്ചിട്ട് ഒന്നുമില്ല. ഒന്നും അറിയില്ല. അച്ഛൻ്റെ ഒരു വോയിസിന്റെ ഇത് ഉണ്ട്. എന്നോട് കഴിഞ്ഞ വ്യാഴാഴ്ച അച്ഛൻ 2 ആൾ വിളിക്കുന്നുണ്ട്, വോയിസ് ഒന്ന് റെക്കോർഡ് ചെയ്യാൻ കഴിയുമോ വെച്ചിട്ട് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടേന്. അതിൽ ഞാൻ നാളിവിടെ പോലീസുകാർ വന്നതില് നോക്കിയപ്പോ ഫസ്റ്റ് തന്നെ പേരാണ്. അങ്ങനെയാണ് പോലീസുകാരുടെ പേര് പറയുന്നത്. അല്ല, അതിന്റെ മുന്നേ കേസ് കൊടുത്തിട്ടുണ്ടേന്. ഭീഷണിപ്പെടുത്തുന്നു. പക്ഷെ അന്നും അവർ നടപടി നടത്തുന്നില്ല. ഇത് അച്ഛൻ എത്ര രൂപ അച്ഛൻ വായ്പ എടുത്തെന്നുള്ള? 15,000. അതിന് കൂടുതൽ കൊടുത്തതാണ് അച്ഛൻ വോയിസ് ഇട്ടത്. ഇനി 3.5 ലക്ഷം കൊടുക്കണം. അതായത് 15,000 രൂപ മേടിച്ചതിന് അതിലധികം കൊടുത്തു കഴിഞ്ഞ് ഇനി 3.5 ലക്ഷം. ഇനി 3.5 ലക്ഷം അറിയില്ല പറഞ്ഞു. അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് 15,000 രൂപ വായ്പ എടുത്തതിന് അതിലധികം താൻ തിരിച്ചടച്ചു കഴിഞ്ഞു. എന്നാൽ ഇനിയും ലക്ഷങ്ങൾ നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് കൃഷ്ണൻ തന്റെ മകൻ അയച്ച ശബ്ദ സന്ദേശത്തിനകത്ത് വ്യക്തമാകുന്നത്. കൃഷ്ണൻ ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതിന്റെ തൊട്ട് തലേ ദിവസം പോലും ഒരാൾ വീട്ടിനകത്ത് വരികയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്ന് കൃഷ്ണന്റെ ഭാര്യയും മകനും വ്യക്തമാക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ അവർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അന്വേഷണം കുറെ കൂടി കാര്യക്ഷമമായി നടക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ആക്ഷേപം കൂടി കുടുംബം പങ്കുവെക്കുന്നുണ്ട്. നാളിതുവരെയായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അവരിപ്പോഴും തങ്ങളുടെ കൺമുന്നിൽ യഥേഷ്ടം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മകൻ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, വെറും 15,000 രൂപ മാത്രമാണ് ഒരു മനുഷ്യജീവന് വിലയുള്ളത് എന്ന്. പണത്തേക്കാൾ മൂല്യമുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ മറന്നു പോകാൻ വേണ്ടി പാടില്ല. ബ്ലേഡ് മാഫിയയുടെ ഭീഷണി കാരണം അങ്ങനെ ഒരു ജീവൻ കൂടി കേരളത്തിൽ പൊലിഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.